കാട്ടാക്കട പ്ലാവൂർ ഹൈസ്കൂളിൽ സമരാനുകൂലികളുടെ ആക്രമണം. സ്കൂളിലെ സ്റ്റോർ റൂം സമരക്കാർ അടിച്ചു തകർത്തു. കുട്ടികളെ സ്കൂളിൽ കയറാൻ അനുവദിച്ചില്ല. സമരാനുകൂലികളുടെ ആക്രമണത്തിൽ 3 അധ്യാപകർക്ക് പരിക്കേറ്റു. തടഞ്ഞുവച്ച അധ്യാപകരെ പോലീസ് എത്തിയാണ് മോചിപ്പിച്ചത്. പ്രവൃത്തി സമയം പൂർത്തിയാക്കിയ അധ്യാപകർ മടങ്ങി. അധ്യാപകർക്ക് പിന്തുണയുമായി BJP യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും എത്തിയിരുന്നു. ഇവിടെ വന്നപ്പോഴത്തേക്കും കുറച്ച് പേര് അകത്ത് കിടന്നിട്ട് ഭയങ്കര ഭീഷണിയും മറ്റു പ്രശ്നങ്ങളുമായിട്ട് നിൽക്കുകയായിരുന്നു. 10:30 മണിയോടുകൂടി ഇവിടെ വന്ന കുട്ടികളെ സ്കൂളിൽ പോലും കയറാൻ സമ്മതിക്കാതെ പറഞ്ഞു വിടുകയും പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഉണ്ടാക്കി വെച്ചിരുന്ന ഭക്ഷണമാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഉച്ചഭക്ഷണത്തിന് വേറെ സംവിധാനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് അവർക്ക് വേണ്ടിയിട്ട് ഇത്തരം ഭക്ഷണ പദാർത്ഥങ്ങൾ നിങ്ങൾ കണ്ട പിള്ളേർ പറഞ്ഞു പറഞ്ഞത് വിവരങ്ങളുമായി ശാലിനി. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു കൂട്ടം അക്രമികൾ മതിൽ കയറി ചാടി സ്കൂളിനകത്ത് പ്രവേശിക്കുകയും അധ്യാപകരെ വളരെ അശ്ലീലമായ സംസാരം അധ്യാപകർക്ക് നേരെ പ്രയോഗിക്കുകയും ചെയ്തു. പിന്നെ കുട്ടികൾ വന്നാൽ പഠിപ്പിക്കും എന്നുള്ള ഒരു രീതിയിലാണ് അധ്യാപകർ എത്തിയത്. അപ്പം നമ്മുടെ ജോലിയോടുള്ള ആത്മാർത്ഥതയാണ് നമ്മുടെ ഇവിടെ വരാൻ പ്രേരിപ്പിച്ചതും. എല്ലാ അധ്യാപകരും ഡ്യൂട്ടി സമയം നമ്മൾ സാധാരണ വീട്ടിൽ പോകുന്നത് പോലെ തന്നെയാണ് പോകുന്നതിന് തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെ തന്നെയാണ് എല്ലാ പണിമുടക്കിനും ഞങ്ങൾ പണിമുടക്കുണ്ടെങ്കിലും സ്കൂളിലെത്തും. ഇവിടെ അങ്ങനെ കുട്ടികൾക്ക് പഠിത്തത്തെ യാതൊരു വിധത്തിൽ ഇതുവരെയും ബാധിച്ചിട്ടില്ല. അവർ വളരെ നമ്മളെ ഭയപ്പെടുത്തുന്ന രീതിയിലാണ് അവർ പ്രതികരിച്ചത്. അപ്പോൾ ഞങ്ങളും അവർ വരുന്ന ആ ഒരു ഇത് കണ്ട് ഭയപ്പെട്ടാണ് നമ്മൾ അവിടെ ഫുഡ് ഉണ്ടാക്കുന്ന സ്റ്റോർ റൂമിൽ കയറി ഇരുന്നത്. അപ്പോൾ അവർ കതവ് മാക്സിമം തള്ളി, നമ്മൾ ഭയന്നിട്ട് അത് തുറക്കാതിരിക്കാൻ വേണ്ടി കതവിൽ ചാരി നിൽക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ ബാക്കിൽ ഇതുപോലെ ഡോറ് തള്ളി എനിക്കും കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ബാക്കിലേക്കാണ് ഈ ഡോറ് വന്നടിച്ചത്. അപ്പോൾ അങ്ങനെ മാക്സിമം അവർ എന്തെങ്കിലും ഉപദ്രവിക്കുമെന്നുള്ളൊരു പേടി കൊണ്ട് മാത്രമാണ് നമ്മൾ അതിനകത്ത് കയറി ഇരുന്നത്. ശാലിനിയിലേക്ക് പോകാം. ശാലിനി, നമ്മൾ രാവിലെ തന്നെ കണ്ടതാണ് കാട്ടാക്കട പ്ലാവൂർ ഹൈസ്കൂളിൽ സമരാനുകൂലികൾ നടത്തിയ ആക്രമണം. ചെറിയ കുട്ടികളടക്കം ഭയചകിതരാകുന്നത് കണ്ടതാണ്. അധ്യാപകർ ആകെ ഭയന്ന് ആ ക്ലാസ് റൂം അടച്ച് അതിനുള്ളിൽ രക്ഷ പ്രാപിച്ചപ്പോൾ അത് ചവിട്ടിപ്പൊളിച്ചകത്തേക്ക് കടക്കുകയും ആക്രോശിക്കുകയും അസഭ്യവർഷം നടത്തുകയും ഒക്കെ ചെയ്തതാണ്. അതിനുശേഷം വൈകുന്നേരവും അവർ പ്രവൃത്തി സമയം പൂർത്തിയാക്കി മടങ്ങാൻ നേരവും അത്തരത്തിലുള്ള ചില ഭീഷണി സ്വരങ്ങൾ ഉണ്ടായി എന്നാണ് അറിയാൻ കഴിയുന്നത്, അല്ലേ? തീർച്ചയായും രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. രാവിലെ പ്രവൃത്തി സമയം ആരംഭിക്കുന്ന സമയത്താണ് വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷകർത്താക്കളും ഉൾപ്പെടെ കാട്ടാക്കട പ്ലാവൂർ സ്കൂളിലേക്ക് എത്തുന്നത്. അപ്പോൾ തന്നെ സമരാനുകൂലികൾ അവിടെ എത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയായിരുന്നു. പിന്നീട് സ്കൂളിനുള്ളിലേക്ക് കയറിയ ഈ സമരാനുകൂലികൾ, പ്രത്യേകിച്ച് ഡിവൈഎഫ്ഐയുടെ പ്രാദേശിക നേതാക്കളാണ്, അത് വനിതാ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവരുണ്ട്, ഇവിടെ എത്തി കുട്ടികൾക്ക് തയ്യാറാക്കിയ ഭക്ഷണം അടക്കം നശിപ്പിക്കുന്ന സാഹചര്യം. ഒപ്പം തന്നെ അധ്യാപകർ ഈ ഭക്ഷണം തയ്യാറാക്കുന്നതിനിടയിൽ ആ മുറി ചവിട്ടി തുറന്ന് അകത്ത് കയറി അധ്യാപകരെ അടക്കം അസഭ്യം പറയുന്ന സാഹചര്യം കൂടി വനിതാ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നൊക്കെയുണ്ട്. തൊഴിലാളി സംഘടന പ്രഖ്യാപിച്ച സമരത്തിന് യുവജന സംഘടന എത്തി അക്രമം സൃഷ്ടിക്കുന്ന സാഹചര്യം കൂടിയാണ് തലസ്ഥാനത്ത് നിന്ന് കാണാൻ സാധിച്ചത്. എന്തായാലും അക്രമത്തിന് പിന്നീട് പോലീസിനെ വിളിച്ചു വരുത്തി. പോലീസ് എത്തിയതിനു ശേഷമാണ് അക്രമകാരികളൊക്കെ സ്കൂള് വിട്ട് പുറത്തേക്ക് പോയത്. പിന്നീട് സ്കൂളിന് സമീപത്ത് തന്നെ ഇവർ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ പ്രവൃത്തി സമയം പൂർത്തീകരിച്ചുകൊണ്ടാണ് ഈ അധ്യാപകരെല്ലാം ഇവിടെ നിന്ന് മടങ്ങിയത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അവർക്ക് ഏറ്റവും കനത്ത തിരിച്ചടി തന്നെയാണ് ഈ വിദ്യാർത്ഥികൾ പോയെങ്കിലും അധ്യാപകർ അവിടെ തന്നെ തുടർന്നത് എന്നുള്ളത്. തൊട്ടു പിന്നാലെ 5 മണിയോടുകൂടി അവരുടെ സമയം പൂർത്തീകരിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഐക്യദാർഢ്യവുമായി BJPയുടെ പ്രവർത്തകരും ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും അവിടെ എത്തുകയും ചെയ്തു. എന്തായാലും ശക്തമായ പ്രതിഷേധം ഇതിനെതിരെ ഉയരുകയാണ്. കാരണം ഒരു സ്കൂൾ അടിച്ചു തകർത്തു, ഒപ്പം തന്നെ സ്കൂളിലെ അധ്യാപകരെ മോശം പറയുക, അസഭ്യം പറയുക, അവർ അവിടെ വന്നത് മറ്റ് ബിസിനസ്സുകൾക്കാണ് എന്ന രീതിയിൽ അസഭ്യം പറഞ്ഞ രീതിയിലുള്ള പ്രവർത്തനം ഈ ഡിവൈഎഫ്ഐയുടെയും പ്രാദേശിക CPM പ്രവർത്തകരുടെയും ഭാഗത്തു നിന്നായി സംഭവത്തിൽ നിയമ നടപടികളുമായി സ്കൂൾ അധികൃതർ മുന്നോട്ട് പോവുകയാണ്. എന്തായാലും തലസ്ഥാന നഗരിയിലാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ അടുത്ത് തന്നെയാണ് ഇത്തരത്തിലൊരു സ്കൂളിൽ സമരാനുകൂലികൾ ഇത്തരത്തിലൊരു അക്രമ അന്തരീക്ഷം ഉണ്ടാക്കിയത്. അക്രമ അന്തരീക്ഷം മാത്രമല്ല, കുട്ടികൾക്ക് ഉണ്ടാക്കിയ ഭക്ഷണം അടക്കം മോശം വരുത്താനും ഈ സമരാനുകൂലികൾ ശ്രമം നടത്തി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. രോഹിണി. ശരി, ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.